ഏറ്റവും പുതിയ സുനിൽ കനകലുവിൻ്റെ കണ്ടുപിടുത്തം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസുകളുടെ വോട്ടുകൾ ഒന്നെങ്കിൽ ഭിന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകളുടെ ക്രെഡിബിലിറ്റി തകർക്കുകയോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഷിബു തെക്കുംപുറം. എത്ര ഭംഗിയായിട്ടാണ് അവിടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നടന്നിട്ടുള്ളത്. ഈ വാർത്തകൾ പടച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസിനകത്തുള്ള പ്രവർത്തകരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുക. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. കൂടെ നിന്നവർ പുറകിൽ നിന്ന് കുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാജയപ്പെട്ടതെന്ന് ലീഡർ ശ്രീ കെ കരുണാകരൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പാലായെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് വികസന മുരടിപ്പ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. കാരണം ഇതൊക്കെ സുനിൽ കനകലുവിനെ സംബന്ധിച്ചിട്ട് സുനിൽ കനകലുവിന് കൃത്യമായിട്ട് ചില പ്ലാനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുനിൽ കനകലുവിൻ്റെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാനായിട്ട് തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിട്ട് അവരുടെ സംഘടനാ പരിചയം എന്ന ഒരൊറ്റ കാര്യം മതി. നമസ്കാരം. കേരള കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് ശക്തമായ മാധ്യമ അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരായിരിക്കും? കേരള കോൺഗ്രസിനെ അല്ല, കേരള കോൺഗ്രസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട 2 കേരള കോൺഗ്രസുകളാണ്. ഒന്ന് കേരള കോൺഗ്രസ് എമ്മും ഒന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും. അതായത് സുനിൽ കനകലുവിൻ്റെ പുതിയ കണ്ടുപിടുത്തം, ഓരോ ദിവസവും ഓരോ കണ്ടുപിടുത്തമാണ് സുനിൽ കനകലു ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ സുനിൽ കനകലുവിൻ്റെ കണ്ടുപിടുത്തം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസുകളുടെ വോട്ടുകൾ ഒന്നെങ്കിൽ ഭിന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകളുടെ ക്രെഡിബിലിറ്റി തകർക്കുകയോ അതല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ ഭിന്നിപ്പിക്കുകയോ ചെയ്യാതെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഭിന്നിപ്പിക്കുകയോ ചെയ്യാതെ അതായത് പിളർത്തുകയോ ചെയ്യാതെ UDF-ന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിന് സുനിൽ കനകലു നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനമാണ് സുനിൽ കനകലു നൽകിയിട്ടുള്ളത്. കാരണം ഈ കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു തുക സുനിൽ കനകലു ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് സുനിൽ കനകലു ചെലവഴിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു, പക്ഷെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് വാർത്തകൾ പുറത്തുവിടുന്നു. കേരള കോൺഗ്രസ് റോ പിറക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ കൊണ്ട് ഓരോ ദിവസവും നിറയുകയല്ലേ. ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള വാർത്ത എന്താണ്? പാലായിൽ നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതൊക്കെ കേരള കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോ ഒന്നുമല്ല. നേരത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ മീറ്റിംഗ് നടക്കും, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ CPM-ന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് ഭാവനാ സൃഷ്ടിയാണ്. PR ഏജൻസികളുടെ കടന്നുവരവോടുകൂടി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാവനാ സൃഷ്ടികളാണ്. ഈ ഭാവനാ സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് ദുബായിൽ പോയ ജോസ് കെ മാണിയും കുടുംബവും അവിടെ ഒരു ബിസിനസ്സുകാരനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് ഇപ്പോൾ പിളരാൻ വേണ്ടി പോകുന്നു. 2 MLA-മാർ ജോസ് കെ മാണിയുടെ കൂട്ടത്തിലും 3 MLA-മാർ റോഷി അഗസ്റ്റിന്റെ കൂട്ടത്തിലും എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഷിബു തെക്കുംപുറം. ഷിബു തെക്കുംപുറം കോതമംഗലത്ത് സ്ഥാനാർത്ഥിയാവത്തില്ല. ഷിബു തെക്കുംപുറത്തിന് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പോകുന്നു. അവിടെ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആലോചിച്ച് നോക്കിയേ. ഷിബു തെക്കുംപുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമായിട്ട് കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൂടാണ്ട് UDF-ന്റെ ജില്ലാ കൺവീനറല്ലേ അദ്ദേഹം. അതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ നാട് എന്ന പേരിൽ 5 വർഷമായിട്ടില്ലെങ്കിൽ ഒരു 8-10 വർഷത്തോളമായിട്ട് ഈ എൻ്റെ നാട് എന്നുള്ളൊരു പദ്ധതി കോതമംഗലത്ത് അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് അവിടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നടന്നിട്ടുള്ളത്. പത്രമാധ്യമങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പത്രമാധ്യമങ്ങൾ രാവിലെ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോതമംഗലം സീറ്റും കുട്ടനാട് സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്തകൾ പടച്ചുവിടുവല്ലേ. ഈ വാർത്തകൾ പടച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് കേരള കോൺഗ്രസിനകത്തുള്ള പ്രവർത്തകരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുക. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ അറ്റാക്ക് ചെയ്തോട്ടെ, അവർ LDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ. ആ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ടോ?
കൂടെ നിന്ന് പുറകിൽ നിന്ന് കുത്തുക എന്ന് പറയുന്ന ഒരു രീതിയല്ലേ ഇത്. പണ്ട് ശ്രീ കെ കരുണാകരൻ തൃശ്ശൂരിൽ തോറ്റതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പിക്ചറുകൾ ഓടിയെത്തുന്നുണ്ട്. കാരണം കരിവാളിച്ച മുഖത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടെ നിന്നവർ പുറകിൽ നിന്ന് കുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാജയപ്പെട്ടതെന്ന് ലീഡർ ശ്രീ കെ കരുണാകരൻ പറഞ്ഞത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ല ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ സുനിൽ കനകരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടുതൽ സീറ്റുകൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അവിടുന്ന് സീറ്റുകൾ വെച്ചു മാറാൻ വേണ്ടിയിട്ട് പോകുന്നു. 10 സീറ്റ് എന്നുള്ള ഒരു ഇതിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉറച്ചു നിൽക്കണം. അവരുടെ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണത്. അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം കണ്ടതാണ് പാലാ സീറ്റിനെ സംബന്ധിച്ചിട്ട്. പാലായെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് വികസന മുരടിപ്പ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അവിടെ ഗ്രാമങ്ങളിൽ വികസനം കൊണ്ടുവന്നു എന്നൊക്കെ നിലവിലത്തെ MLA അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിലൊന്നും ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. ഇത്രയും ആളുകൾക്ക് വിളിച്ചാൽ കിട്ടാത്ത മറ്റൊരു MLA കേരളത്തിലില്ല. ഇപ്പൊ റിപ്പോർട്ടർ TV ഏകദേശം 10-35 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഒരു സർവേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സർവേയിൽ ഏറ്റവും പുറകിലാണ് നിലവിലത്തെ പാലാ MLA എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് KM മാണി സാർ പാലയുടെ MLA ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് പാലക്കാർ എന്ന് ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയിട്ടും ആത്മാഭിമാനത്തോടെ പറയാമായിരുന്നുവെങ്കിൽ ഇന്നത്തെ പാലയുടെ അവസ്ഥ എന്താണ്? എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ ഇത്. അപ്പോ അങ്ങനെയുള്ള പാലായിൽ ജോസ് കെ മാണി തോൽക്കുമെന്ന് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ പറയിപ്പിച്ചു കഴിഞ്ഞാൽ പാലായിൽ ജോസ് കെ മാണി തോൽക്കുമോ? കാരണം ഈ സണ്ണിക്കുട്ടി എബ്രഹാം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ ലോകത്തെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെയാണ്, ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ ഞാൻ പറയട്ടെ, പാലയിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടുത്തെ വികസന മുരടിപ്പും മനസ്സിലാക്കാതെ UDF പക്ഷം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ സുനിൽ കനകരൂർ നടത്തുന്ന നാടകത്തിന്റെ ഒരു നടനായി മാറിക്കൊണ്ട് ഈ സണ്ണിക്കുട്ടി ചായനൊക്കെ അങ്ങനത്തെ ഒരു വർത്തമാനം പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്തറിഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജോസ് കെ മാണി പാലയിൽ തോറ്റുപോവോ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം ഇതൊക്കെ സുനിൽ കനകരൂരിനെ സംബന്ധിച്ച് സുനിൽ കനകരൂരിന് കൃത്യമായിട്ട് ചില പ്ലാനുകളുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും പല ആളുകളെയും ഇങ്ങനെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും, വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ തയ്യാറായിട്ടിരിക്കണം. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു നുണ ഒരു 1000 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് മാറുമെന്ന ഗീബൽസിൻ തന്ത്രമുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നണി മാറാൻ പോകുന്നു എന്ന് പറയുന്നു. അത് പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആരോപണവുമായിട്ട് വരുന്നു കേരള കോൺഗ്രസ് റോബ് ഇറക്കാൻ പോകുന്നതെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് കെട്ടിച്ചമയ്ക്കപ്പെടുന്നതാണ്? ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏതെങ്കിലും ഒരു ജില്ലാ ഭാരവാഹിയോ സംസ്ഥാന ഭാരവാഹിയോ, എന്തിനേറെ പറയുന്നു ഒരു നിയോജക മണ്ഡലം ഭാരവാഹിയെങ്കിലും വന്നിട്ട് മുന്നണി മാറണമെന്ന് ആവശ്യപ്പെട്ടോ? അങ്ങനെ ഒരു ചർച്ച നടന്നോ? ഇല്ലല്ലോ. അതിനുശേഷവും പിന്നീട് ഇങ്ങനെയുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരണമെന്നുണ്ടെങ്കിൽ, മാധ്യമങ്ങളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിന്റെ പിന്നിലുള്ളത് സുനിൽ കനകലുവിന്റെ കോടികൾ വാങ്ങിയതിനു ശേഷം മാധ്യമ പ്രവർത്തകർ കേരള കോൺഗ്രസുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരള കോൺഗ്രസുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫണ്ടിങ് എന്ന് പറയുന്നത് ചില നിരോധിത സംഘടനകളുടേതാണോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ക്രിസ്ത്യൻ ഫേസ് ആയിട്ട് നിൽക്കുന്ന പാർട്ടികളാണ് ഈ കേരള കോൺഗ്രസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് ആരാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി കോൺഗ്രസ് വ്യക്തമാക്കണം. ഇത്രയും പണം മുടക്കി കനകോലു നടത്തുന്ന തന്ത്രങ്ങള് ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം കാണാൻ സാധ്യതയുണ്ടോ? ഒരു തരത്തിലില്ല. കനകലുവിന്റെ ഓരോ തന്ത്രങ്ങളും ഓരോ ദിവസവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം കടക്ക് പുറത്ത് എന്ന ക്യാപ്ഷനുമായിട്ട് സുനിൽ കനകലു വന്നു. അപ്പോൾ ഇരുണ്ട ദിനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് CPM കൊണ്ടുവന്നില്ലേ? കാരണം സുനിൽ കനകലുവിനെയൊക്കെ വെല്ലാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ CPM-നകത്തുണ്ടെന്നേ. ഇപ്പൊ CPM-ന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയെ നമ്മൾ സമീപിച്ചു വന്നിരിക്കുക. CPM-ന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ആ ലോക്കൽ സെക്രട്ടറിക്ക് ആ ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പേരും മറ്റു വിവരങ്ങളും ഒക്കെ അറിയാം. സുനിൽ കനകലൂരെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡാറ്റാബേസിനെ ആശ്രയിക്കേണ്ടി വരും. നിലവിലത്തെ കേരളത്തിലെ എത്ര കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർക്ക്, അതായത് മണ്ഡലവും ലോക്കലും ഏകദേശം ഒന്ന് തന്നെയാണ്, മണ്ഡലം പ്രസിഡന്റുമാർക്ക് തന്റെ മണ്ഡലത്തിലുള്ള മുഴുവൻ എത്ര പള്ളികളുണ്ടെന്നോ, എത്ര അമ്പലങ്ങളുണ്ടെന്നോ, എത്ര സാംസ്കാരിക സംഘടനകളുണ്ടെന്നോ, എത്ര പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടെന്നോ, എത്ര IAS-കാരൻ IPS-കാരൻ അല്ലെങ്കിൽ എത്ര അഡ്വക്കേറ്റുമാർ, അങ്ങനെ എത്ര ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അജ്ഞതയായിരിക്കും. അതേസമയം CPM-ന്റെ ഒരു ലോക്കൽ സെക്രട്ടറി ഇവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് അയാൾ എഴുതി തരും, ഇവിടെ ഇത്ര
വൈദികരുണ്ട്, ഇവിടെ ഇത്ര സന്യാസിനികളുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡോക്ടർമാരുണ്ട്, ഇത്ര നഴ്സുമാരുണ്ട്, ഇത്ര ആളുകൾ വിദേശത്തുണ്ട്, ഇത്ര IPS ഇവിടെ ഉണ്ട്, ഇത്ര IAS ഇവിടെ ഉണ്ട്, ഇത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവർ എഴുതി തരും. കാരണം അതാണ് കോൺഗ്രസും ഈ CPM-ഉം തമ്മിലുള്ള സംഘടനാ കാര്യങ്ങളിലെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സുനിൽ കനകലുവിൻ്റെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാനായിട്ട് തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചിട്ട് അവരുടെ സംഘടനാ പരിചയം എന്ന ഒരൊറ്റ കാര്യം മതി. അതുകൊണ്ട് സുനിൽ കനകലുവിൻ്റെ തന്ത്രങ്ങൾ കേരളത്തിൽ പരാജയപ്പെടും. മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പണം വെറുതെ ആയിട്ട് മാറും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. ഏതെങ്കിലും കേരള കോൺഗ്രസിനെ തകർക്കാനുള്ള ശേഷിയൊന്നും സുനിൽ കനകലുവിൻ്റെ തന്ത്രങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.